ഒരു പട്ടാളക്കാരൻ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ പരിചയമുണ്ട്, പടച്ചട്ടയുണ്ട്, തല വെച്ചിരിക്കുന്ന തൊപ്പിയുണ്ട്, ഷൂ ഉണ്ട്, എന്തെല്ലാം ശരീരം മുഴുവൻ പൊതിയും. ഇതെന്തിനാണ്? ശത്രുവിന്റെ അറ്റാക്ക് കൊള്ളാതിരിക്കാൻ. ശത്രു ആക്രമിക്കുമ്പോൾ അത് നമുക്ക് പരിക്കേൽപ്പിക്കാതിരിക്കാൻ. ഇനി ശത്രുവിനെ പരിക്കേൽപ്പിക്കാനുള്ള ആയുധമാണ് എന്ത്? നമ്മുടെ കയ്യിലിരിക്കുന്ന വാള്. ശത്രുവിനെ പരിക്കേൽപ്പിക്കാനുള്ള ആയുധമാണ് എന്ത്? വാള്. മറ്റേതെല്ലാം നമുക്ക് പരിക്കേൽക്കാതിരിക്കാനുള്ള സംരക്ഷണമാണെങ്കിൽ ശത്രുവിനെ പരിക്കേൽപ്പിക്കാനുള്ള ആയുധമാണ് വാള്. അതുകൊണ്ടാണ് വചനമാകുന്ന വാളെടുക്കുവിൻ. ശത്രുവിനെ തകർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വചനമാകുന്ന വാള് നമ്മൾ എടുക്കണം. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനത്തെ നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കണമെന്ന്. ആത്മീയ യുദ്ധത്തിൽ, ആത്മീയ വിഷയങ്ങളിൽ ദൈവവചനത്തിന് അത്രയും പ്രാധാന്യമുള്ളത്. ശത്രുവിനെ വെട്ടാൻ, അവനെ മുറിക്കാൻ, അവനെ തകർക്കാൻ നമ്മുടെ കയ്യിൽ സ്വർഗം തന്ന ആയുധമാണ് ദൈവത്തിന്റെ വചനം. ഇത് ആയുധമാണ്. ഏറ്റവും ശക്തിയേറിയ മൂർച്ചയുള്ള ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ സന്ധിബന്ധങ്ങളെ, മജ്ജയെ, മാംസത്തെ, ആത്മാവിനെ, ചേതന എല്ലാം തുളച്ചു കയറാൻ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും, ഇനി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഡാനിയേൽ അച്ഛൻ പറഞ്ഞ ഒരു വചന ശുശ്രൂഷ ഉണ്ടായിരുന്നു, 30 മിനിറ്റെങ്കിലും അല്ലേ. ഇനിയിപ്പോൾ അത് നടന്നില്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും മൊബൈലിലൊക്കെ ബൈബിൾ ഡൗൺലോഡ് ചെയ്യേ. എന്തോരം ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നത്. മൊബൈലിൽ ബൈബിളും കൂടി ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആ മൊബൈൽ ആപ്ലിക്കേഷൻ തുറക്കുക. ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ, ബസ്സിലിരിക്കുമ്പോൾ, ചിലർക്ക് ബസ്സിലിരിക്കുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. ചിലർക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഓടുന്ന വാഹനത്തിലിരുന്ന് വായിക്കാം. വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു പള്ളി ദേവാലയത്തിൽ പോയി കുറച്ചു നേരം ഇരുന്ന് നേരത്തെ എത്തി. നമ്മുടെ കൈകളിലുണ്ടല്ലോ വചനമാകുന്ന വാള്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കുന്നതാണ് എന്ത്? നമ്മളിപ്പോഴും കൊണ്ടു നടക്കുന്നത് എന്താണ്? അല്ല, എന്താണ്? പിന്നെന്താ കൊണ്ട് നടക്കുന്നത്? മൊബൈല്. അങ്ങനെ പറ, അതാണ് ശരി. ഏട്ടാ, നമ്മളെപ്പോഴും കൊണ്ടു നടക്കുന്ന സാധനം എന്താണ്? മൊബൈല്. അതിനുള്ളിൽ എന്ത് വേണമെന്നാ പറഞ്ഞേ? ഇനി മൊബൈൽ കൊണ്ടു നടക്കുമ്പോ ഏതായാലും ഈ സാധനം നമ്മൾ കെട്ടിത്തൂക്കി എല്ലായിടത്തും കൊണ്ട് നടക്കും. എവിടെ പോയാലും മൊബൈലും കൊണ്ടുപോകും. അങ്ങനെയെങ്കിൽ അതിൽ ദൈവത്തിന്റെ വചനം ഡൗൺലോഡ് ചെയ്യ്. അല്ലെ, ഞാൻ പണ്ട് പറഞ്ഞത്, നമുക്ക് ഏത് ഭാഷയിലും ഇപ്പൊ കിട്ടാവുന്ന ബൈബിളോണെന്ന് പറയുന്ന ബൈബിളിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. മലയാളത്തിൽ വേണോ, ഇംഗ്ലീഷിൽ വേണോ, അതിന്റെ ഓഡിയോ കേൾക്കണോ? ഇനിയിപ്പോ നിങ്ങൾക്ക് വായിക്കാൻ കണ്ണൊന്നും പിടിക്കുന്നില്ല, അച്ഛാ ഞങ്ങൾക്ക് പ്രായമായി, അച്ഛൻ പറയുന്ന പോലെയൊന്നും അല്ല, അച്ഛന് കാഴ്ചയ്ക്കൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കണ്ണൊന്നും പിടിക്കുന്നില്ല. കേൾക്കാൻ പറ്റും. ഇനി കേൾക്കാനും പറ്റുന്നില്ലേ? കേട്ടാ, ഇനിയിപ്പോ കേൾക്കാനും പറ്റുന്നില്ലെങ്കിൽ വല്ല ഇയർബഡ് ഇതൊക്കെ പിടിപ്പിക്കേണ്ടി വരുമായിരിക്കും. കേട്ടാ, അതല്ല എങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒക്കെ ദൈവത്തിന്റെ വചനം ഡൗൺലോഡ് ചെയ്യേ. ബൈബിള് ഡൗൺലോഡ് ചെയ്യേ. അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ സംസ്കൃതമോ നിങ്ങൾക്ക് അറിയാവുന്ന ഏത് ഭാഷയാണോ ആ ഭാഷയിൽ ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും മതി. 10 മിനിറ്റെങ്കിലും. കാരണം എന്നാന്നറിയാമോ? നമ്മളൊരു ഒരു 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 ആയുധം, നമ്മളിപ്പോ കളരി പഠിച്ചെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആയുധ കല പഠിച്ചെന്ന് വിചാരിക്കും. കുറച്ചധികം നാൾ ഈ സാധനം ഒന്നും എടുക്കാതെ യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ പറഞ്ഞാൽ നമുക്ക് ഇത് പഴയ പോലെ ഒന്നും വഴങ്ങുകയില്ല, അല്ലേ? ഈ സാധനം അത്ര എളുപ്പത്തിൽ വഴങ്ങി കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് എളുപ്പത്തിൽ വഴങ്ങാൻ നമ്മൾ എല്ലാ ദിവസവും, അല്ലെ, നിങ്ങൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ശരീരം ഇങ്ങനെ വളയും, അല്ലേ? ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് കുനിഞ്ഞ് എൻ്റെ വിരലയിൽ കാല് മുട്ടിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് പറയും? ഒന്നാമത്തെ എനിക്ക് നടുവ്, ഇനി അതങ്ങ് അങ്ങ് പകുതി പോലും എത്തുകയല്ലെന്ന് ഞാൻ പറയും. കാരണം എന്താ? നമുക്ക് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് എക്സസൈസ് ഇല്ല. എന്നാൽ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ അവൻ വെറുതെ കൂളായിട്ട് വളഞ്ഞ് വിരലേലും പിടിക്കും, കാലേലും പിടിക്കും, എവിടെ വേണേലും പിടിക്കും. അത്രയും ഫ്ലെക്സിബിൾ ആണ് ശരീരം. കാരണം അത് റെഗുലർ ആയിട്ട് എക്സസൈസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇത് ദിനം എല്ലാ ദിവസവും നാം പ്രയോജനപ്പെടുത്തേണ്ട ആയുധമാണ് ദൈവത്തിന്റെ വചനമാകുന്ന വാൾ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1, 2. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരായുധമുണ്ടെന്ന് നിങ്ങൾക്കെതിരെ വരുന്ന ഒരു ശത്രു കണ്ടാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും?
എന്തോ ഞാൻ പണ്ടേ കണ്ട ഏതോ ഒരു സിനിമയാണെന്ന് തോന്നുന്നു, മന്നാർ മത്തായി സ്പീക്കിംഗ് ഏതാണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിനകത്തേക്ക് ഇവരെല്ലാവരും ഇങ്ങനെ കള്ളന്മാരെ പിടിക്കാൻ ഓടി നടക്കുന്ന സമയത്ത് ആ കള്ളന്റെ കയ്യിലുള്ള തോക്ക് തട്ടിത്തെറിച്ചിട്ട് ഇന്നസെന്റിന്റെ ആരുടെ കയ്യിലെടുത്ത് വെക്കും. ഇന്നസെന്റിന്റെ ഇന്നാന്ന് പിടിക്കും. ഇവനത് കൊടുക്കാൻ ഇതെന്താ സാധനം എന്ന് പറയുന്നത്, ഇന്ന് മറ്റവൻ കൈയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കോ പേടിച്ചിട്ട്. ഇത് പൊട്ടിക്കാനും അറിയത്തില്ല, ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല. പക്ഷേ സാധനം കൈ പിടിച്ചപ്പോഴേ മറ്റേ ടീം എന്ത് ചെയ്തു, കൈയൊക്കെ പൊക്കി റെഡിയായിട്ട് നിൽക്കുക, സറണ്ടർ ചെയ്ത് നിൽക്കുക. നമുക്ക് ഈ ആയുധത്തിന്റെ മൂർച്ച അറിയത്തില്ലേലും ആർക്കറിയാം? ശത്രുവിനറിയാം. പറഞ്ഞ ഹല്ലേലൂയ. അതാണ് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാളിന്റെ മൂർച്ച എത്രമാത്രം ഉണ്ടെന്ന് അറിയത്തില്ലെങ്കിലും ശത്രുവിനറിയാം. അപ്പൊ കയ്യിൽ ഇത് ഉണ്ടെങ്കിൽ ശത്രു നമ്മുടെ അടുത്ത് വരാൻ അവൻ പേടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തെക്ക് വടക്കൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ പിടിച്ചുകൊണ്ട് തുറക്കാൻ ചില സമയത്ത് തുറക്കുന്നില്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ചിലരുടെ അടുത്ത് ചോദിച്ചു, നമ്മൾ മഴ നനഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ പറമ്പിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ചേട്ടൻ ചോദിച്ചു, അച്ഛൻ ഈ സാധനം പിടിച്ചുകൊണ്ട് ഇതിന് എല്ലാവരും നടക്കുന്നത്, അവിടെ കൊണ്ട് വെച്ചുകൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതിലാണ് നമ്മുടെ പിടിവള്ളി ആകെ നിൽക്കുന്നത്, ഇതും കൂടി പോയാൽ കംപ്ലീറ്റ് പോയി. ഇതിൽ പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്, ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റിയല്ലേ. ഇപ്പൊ നമ്മൾ പോകുന്നിടത്തൊക്കെ നമ്മൾ ഈ ആയുധം നമ്മുടെ കയ്യിൽ ഉണ്ടാകട്ടെ. നമ്മൾ എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് മൊബൈലിൽ ഒരു അലാം വല്ലതും വെക്കുക. എന്തിനാണെന്നറിയാമോ? എന്തിനാ? ഈ വണ്ടിക്ക്, ഇപ്പോഴത്തെ വണ്ടിക്കൊക്കെ അലാമുണ്ട്. ഒരു 2 മണിക്കൂർ കണ്ടിന്യൂസ് നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും വണ്ടി സംസാരിക്കും. അറിയാമോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളവരൊന്ന് കൈവയ്ക്കുക. വണ്ടി സംസാരിക്കും. കേട്ടിട്ടുള്ളവർ കൈവയ്ക്കേ. അതെ, ഒരാളെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ നുണ പറയാന്നാന്ന് വിചാരിക്കും. വണ്ടി സംസാരിക്കോ? വീട്ടിലുള്ള അമ്മ പോലും സംസാരിക്കുന്നില്ല എന്നോട്. എൻ്റെ അപ്പം പോലും കുറച്ചധികം നാളായി സംസാരിച്ചിട്ട്. മക്കള് സംസാരിക്കുക. അപ്പോഴാണ് അച്ഛൻ പറയാം വണ്ടി സംസാരിക്കുന്നു. വണ്ടി സംസാരിക്കും. 2 മണിക്കൂർ കഴിയുമ്പോൾ വണ്ടി പറയും, ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ കോഫി ബ്രേക്ക്. കൃത്യമായിട്ട് പറയും. ഇപ്പോഴത്തെ വാഹനങ്ങൾക്കൊക്കെ ഉണ്ട് 2 മണിക്കൂർ കണ്ടിന്യൂസ് നീ വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ ഷാർപ്പ് ഇവ സംസാരിക്കും. സ്റ്റോപ്പ് ചെയ്യ്, ഒരു കോഫിയോ കുടിച്ചിട്ട് ഇത് ഓടിക്കാനായിട്ട് എന്ന് പറയുന്ന പോലെ മൊബൈലിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് നിർത്തണം. അപ്പൊ കുറച്ചങ്ങോട്ട് ഓടിക്കഴിയുമ്പോൾ ഒരു അലാം അടിക്കും. എന്തിനാണ്? കോഫി കുടിക്കാൻ. ഞാൻ ഈ പറഞ്ഞതൊക്കെ ദൈവമേ വെറുതെ ആയല്ലോ. കാപ്പി കുടിക്കാൻ അലാമൊന്നും വെക്കണ്ട, നിങ്ങൾ അത് അല്ലാതെ തന്നെ പൊക്കോളും. പ്രത്യേകിച്ച് അലാമിന്റെ ആവശ്യമൊന്നുമില്ല കാപ്പി കുടിക്കാനും ചായ കുടിക്കാനൊക്കെ ആയിട്ട്, അല്ലേ? എന്തിനാ വചനം വായിക്കാൻ 10 മിനിറ്റ് വചനം വായിക്കാനായിട്ടാണ് ഇത് വെക്കണമെന്ന് പറഞ്ഞത്. എടാ, കാപ്പി കുടിക്കുന്ന കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും, അല്ലേ? നല്ല അന്തരീക്ഷമൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഒരു കാപ്പിയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച്. അത് കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എന്തിനാണ്? അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ദിനചര്യയുടെ ഭാഗമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ശത്രുവിനെതിരെയുള്ള ഏറ്റവും മൂർച്ചയേറിയ വാളാകുന്ന വചനത്തെ കൊണ്ടു നടക്കുകയും അത് ദിവസത്തിൽ 10-15 മിനിറ്റ് അത് നിങ്ങൾ റിമൈൻഡർ വെച്ച്, ഇനി മറന്നു പോകുമെങ്കിൽ റിമൈൻഡർ വെച്ച് ജീവിതത്തിൽ ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ ശക്തന്മാരാകും. യുവാക്കളെ, നിങ്ങൾ ശക്തന്മാരാണ്. കാരണം ദൈവത്തിന്റെ വചനം നിങ്ങളിലുണ്ട്. ഇപ്പൊ ഈ പ്രായമായ നിങ്ങളൊക്കെ ആരായി മാറും? യുവാക്കളും യുവതികളൊക്കെ ആയിട്ട് മാറും. എപ്പോഴാണെന്നറിയാമോ? കർത്താവിന്റെ ഈ ദൈവത്തിന്റെ വചനം ഉള്ളിലുള്ളപ്പോണ്ടല്ലോ നിങ്ങൾക്ക് ഭയങ്കര ചുറുചുറുക്കായിരിക്കും. ഈ യുവജനങ്ങൾ ഈ ചാത്തും മൊബൈലും തോണ്ടി അവിടെ ഇവിടെയൊക്കെ തൂങ്ങി പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ നല്ല ഉഷാറായിട്ട് 60-ാമത്തെ വയസ്സിലും 65-ാമത്തെ വയസ്സിലൊക്കെ ശുശ്രൂഷയും ചെയ്ത് ഇങ്ങനെ ധീയായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ യുവാക്കളെക്കാൾ ശക്തന്മാരായിട്ട് മാറും. കാരണം നിങ്ങളിൽ ദൈവത്തിന്റെ വചനമുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇനി നിങ്ങൾ ഈ ഫേഷ്യലൊക്കെ ഇടുന്നത് കുറച്ച് നിർത്തിയിട്ട് എന്ത് ചെയ്യണം? വചനം വായിക്കുക. അപ്പൊ നിങ്ങൾ ആരായി മാറും? യുവതികളായിട്ട് മാറും. നിങ്ങളുടെ യൗവനകാലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകും, അല്ലേ? ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ, ഓ 16-ാം വയസ്സിൽ ഞാൻ എത്ര സുന്ദരിയായിരുന്നു, 18-ാം വയസ്സിൽ ഞാൻ എത്രയോ സുന്ദരനായിരുന്നു, ഇപ്പോഴത്തെ കോലം കണ്ടോ, അല്ലേ? അപ്പൊ ഈ യൗവനത്തിലേക്കും യുവത്വത്തിലേക്കും തിരിച്ചു നടക്കാൻ
ടൈം ട്രാവൽ എന്നൊക്കെ പറഞ്ഞുള്ള സിനിമയെ കാണുന്നുണ്ട്. ഇപ്പോൾ പഴയ കോലത്തേക്ക് തിരിച്ചു നടക്കാനുള്ള എളുപ്പ വഴിയാണ് ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ ശക്തരാകുക. ആമേൻ പറ, ഉറക്കെ പറഞ്ഞേ, പോരാ. ആമേ മാത്രം പറഞ്ഞാൽ പോരാ. ഇത് ആമേൻ എന്തിനാ പറയിച്ചേ? നാളെ കോഫി കുടിക്കാനല്ല ഞാൻ വെച്ച്, പിന്നെ എന്തിനാ? നാളെ മുതൽ മുടങ്ങാതെ മൊബൈലിലെങ്കിലും ഇത് ഡൗൺലോഡ് ചെയ്ത് വചനം വായിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ആമേൻ പറയിപ്പിച്ച തമ്പുരാനോടാണ് നിങ്ങൾ യെസ് എന്ന് പറഞ്ഞത്, ആമേൻ എന്ന് പറഞ്ഞത്. ആമേൻ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ഇതിനുള്ള അഭിഷേകം നമുക്ക് വേണം. അല്ലെങ്കിൽ പിശാചുണ്ടല്ലോ, ഭയങ്കര സാധന. പത്രം വായിക്കാൻ എന്തോരം സമയം വേണമെങ്കിലും നിങ്ങളവൻ നിർബന്ധിക്കും. മൊബൈലിൽ റീല് കാണാൻ എത്ര മണിക്കൂറാണേലും അവൻ പറയും കുഴപ്പമില്ല, റീൽ ഒരെണ്ണം കഴിയും അടുത്തതാണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ, നീ കണ്ടോ? അങ്ങനെ സമയം. നമുക്ക് ഇഷ്ടമുള്ള വാർത്തയൊക്കെ കേൾക്കാൻ മണിക്കൂറുകൾ നമ്മൾ ഇരുത്തും. പക്ഷേ വചനം വായിക്കാൻ ഈ സാധനം നമ്മെ സമ്മതിക്കല്ല, നിരുത്സാഹപ്പെടുന്നു. സമയമുണ്ടല്ലോ, വൈകിട്ട് വായിക്കാന്നേ, ഇപ്പൊ തിരക്കല്ലേ, സ്വസ്ഥമായിട്ടിരുന്നിട്ട് വായിക്കാം. പിശാച് അങ്ങനെ പറയുന്നത്. ഇപ്പൊ നമുക്ക് വളരെ നമുക്ക് പോലും മനസ്സിലാകാത്ത രീതിയില്ല പിശാച് സംസാരിക്കുന്നത്. വഞ്ചനാത്മകമായിട്ട് അവൻ സംസാരിക്കാൻ പറയും, ഇപ്പൊ ഡിസ്റ്റർബ്ഡ് അല്ലേ, ഇപ്പൊ വേണ്ട, നമുക്ക് വൈകിട്ട് ഇച്ചിരി കുറേ ശാന്തമായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ ഇച്ചിരി ക്ഷീണമൊക്കെ ഉണ്ട്, ഇപ്പൊ വേണ്ട, ഉറക്കമൊക്കെ വരും, ഉച്ചയല്ലേ, അതുകൊണ്ട് വൈകിട്ട് വായിക്കാം. വൈകിട്ടായപ്പോൾ നാട്ടുകാരായി, വീട്ടുകാരായി, ഗസ്റ്റായി, അതായി, ഇതായി, പിള്ളേരായി, രക്കോഴിയായി, അതായി എന്നൊക്കെ പറഞ്ഞ് വൈകിട്ട് പോയി. എന്നാൽ പിന്നെ രാത്രി എല്ലാവരും കിടന്ന് കഴിഞ്ഞ് ഡിസ്റ്റർബൻസ് ഒക്കെ മാറ്റി പാത്രമൊക്കെ കഴുകി വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. അപ്പോഴേക്കും വസന്ത പിടിച്ച കോഴിയെ പോലെയായി. പിന്നെ ഇതിനെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല, പ്രാർത്ഥിക്കാനും കൊള്ളുകയില്ല, പിന്നെ ഒന്നിനും കൊള്ളാത്ത അവസ്ഥ. ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലല്ല നമുക്ക് അങ്ങനെ ഒരു ആലോചന വരുമ്പോഴേ, ഒരാഗ്രഹം വരുമ്പോഴേ എവിടെയാണേലും ദൈവത്തിന്റെ വചനം വായിക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.